IPL 2026 സീസൺ കൊഴുക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ അവരുടെ 43ാം നിർണായക മത്സരത്തിൽ നേരിടാനൊരുങ്ങുന്നു. മെയ് 1-ന് ജയ്പൂരിലെ പ്രശസ്തമായ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ കളി. പ്ലേ ഓഫ് സ്ഥാനങ്ങൾക്കായുള്ള കടുത്ത പോരാട്ടത്തിൽ ഇരു ടീമുകൾക്കും ഈ മത്സരം വളരെ പ്രധാനമാണ്. IPL ചരിത്രത്തിൽ ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള വൈരാഗ്യം അത്ര ചെറുതൊന്നുമല്ല. ഇതുവരെ ഏറ്റുമുട്ടിയ 30 മത്സരങ്ങളിൽ 15 വീതം ജയിച്ച ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. അതുകൊണ്ട് ഈ വരുന്ന കളി അവരുടെ ഈ ചരിത്രപരമായ പോരാട്ടത്തിലെ ഒരു ടൈ ബ്രേക്കറായി മാറിയേക്കാം. രാജസ്ഥാൻ റോയൽസ് മികച്ച ഫോമിലാണ് ഈ മത്സരത്തിനിറങ്ങുന്നത്. 9 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുകളുമായി നിലവിൽ IPL 2026 പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്താണ് അവർ. 2026 സീസണിൽ നായകനായി ചുമതലയേറ്റ റിയാൻ പരാഗിന്റെ കീഴിൽ ആക്രമണോത്സുകമായ ബാറ്റിംഗും മികച്ച ബൌളിംഗും റോയൽസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അവരുടെ ഹോം ഗ്രൗണ്ടായ സവായ് മാൻസിംഗ് സ്റ്റേഡിയം അവർക്ക് വലിയൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. അവിടെ കളിച്ച 63 IPL മത്സരങ്ങളിൽ 38 എണ്ണത്തിലും വിജയിച്ച മികച്ച റെക്കോർഡാണ് അവർക്കുള്ളത്. പ്രധാന കളിക്കാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ടീമിന്റെ ശക്തി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിർണായകമായ ഹോം മത്സരത്തിൽ രാജസ്ഥാനിൽ നിന്ന് വലിയ പ്രകടനം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം 2026 സീസണിൽ അവരുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രം റിയാൻ പരാഗിന്റെ നായകത്വമാണ്. 2018-ൽ ഇന്ത്യയുടെ അണ്ടർ-19 ലോകകപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്ന IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അർദ്ധ സെഞ്ചുറി നേടിയ താരം കൂടിയായ പരാഗ് 2024 IPL-ൽ 573 റൺസ് വാരിക്കൂട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെയാണ് നായകസ്ഥാനം ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ ഓൾറൗണ്ട് മികവും തന്ത്രപരമായ നീക്കങ്ങളും രാജസ്ഥാൻ റോയൽസിന് വളരെ നിർണായകമാണ്. പരാഗിന്റെ ബാറ്റിംഗ് മികവിന് കൂട്ടായി വൈഭവ് സൂര്യവംശിയും ടീമിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. 9 മത്സരങ്ങളിൽ നിന്ന് 400 റൺസുമായി 2026 IPL-ലെ റൺവേട്ടക്കാരിൽ 3ാം സ്ഥാനത്താണ് വൈഭവ്. വെറും 37 പന്തിൽ നിന്ന് പറത്തിയ 103 റൺസും ഇതിൽ ഉൾപ്പെടും. ബൌളിംഗിലേക്ക് വന്നാൽ 2023-ൽ റോയൽസിലെത്തിയ ശേഷം 2026-ലും നിലനിർത്തിയ വലങ്കിയൻ മീഡിയം പേസർ സന്ദീപ് ശർമ്മ ടീമിന് നിർണായകമായ അനുഭവസമ്പത്തും വിക്കറ്റ് വീഴ്ത്താനുള്ള കഴിവും നൽകുന്നു. ഡൽഹി ക്യാപിറ്റൽസ് ആകട്ടെ അക്സർ പട്ടേലിന്റെ നായകത്വത്തിൽ തങ്ങളുടെ മികച്ച താരങ്ങളെ അണിനിരത്തി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ്. 2026 സീസണിൽ 10 കോടി രൂപയ്ക്ക് ഡൽഹി നിലനിർത്തിയ ദക്ഷിണാഫ്രിക്കൻ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ക്രിസ്റ്റൻ സ്റ്റെപ്സ് ഒരു മികച്ച ഫിനിഷറെന്ന നിലയിൽ തുടർച്ചയായി ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 2024-ൽ 378 റൺസും 2025-ൽ 450 റൺസും സ്റ്റെപ്സ് നേടിയിരുന്നു. 4 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയ ശ്രീലങ്കൻ ഓപ്പണർ പാത്തോം നിസ്സംഗ 2026-ൽ ടീമിനൊപ്പം IPL അരങ്ങേറ്റം കുറിച്ചത്. 7 ഇന്നിംഗ്സുകളിൽ നിന്ന് ഇതിനകം 147 റൺസ് നേടിയ നിസ്സംഗ ടോപ്പ് ഓർഡറിൽ തനിക്കുള്ള കഴിവ് ഇതിനോടകം തന്നെ കാണിച്ചു കഴിഞ്ഞു. കൂടാതെ മറ്റ് ഫ്രാഞ്ചൈസികൾക്ക് കിരീട വിജയങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഇടങ്കയൻ ബാറ്റ്സ്മാൻ നിതീഷ് റാണ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ട്രേഡിലൂടെയാണ് 2026 IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിലെത്തിയത്. ഇത് ടീമിന്റെ ബാറ്റിംഗ് നിരയ്ക്ക് കൂടുതൽ കരുത്തും അനുഭവസമ്പത്തും നൽകുന്നു. സവായ് മാൻസിംഗ് സ്റ്റേഡിയമാണ് ഈ പ്രധാന മത്സരത്തിന്റെ വേദി. ഇവിടുത്തെ പിച്ച് പൊതുവെ ഒരു ബാലൻസ്ഡ് പിച്ചാണ്. തുടക്കത്തിൽ ഫാസ്റ്റ് ബൌളർമാർക്ക് നല്ല ബൗൺസ് കിട്ടും. പിന്നെ കളി പുരോഗമിക്കുമ്പോൾ സ്പിന്നർമാർക്ക് നല്ല പിടിവള്ളിയും ടേണുമൊക്കെ ലഭിക്കും. ഇവിടുത്തെ വലിയ ബൗണ്ടറികൾ കാരണം മധ്യ ഓവറുകളിൽ സ്പിന്നർമാർക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊരു തന്ത്രപരമായ ഒരു ഘടകം കൂടിയാണ്. ചരിത്രം നോക്കിയാൽ രാത്രി കളികളിൽ മഞ്ഞ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമുകൾക്കാണ് ഇവിടെ പൊതുവെ മുൻതൂക്കം. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. ഈ സീസണിൽ അവർക്ക് അത്ര മികച്ച പ്രകടനമല്ല ഇതുവരെ കാഴ്ചവെക്കാനായത്. പ്രത്യേകിച്ച് അവസാന മത്സരങ്ങളിൽ വലിയ തോൽവികൾ നേരിട്ടു. അതുകൊണ്ട് തന്നെ ശക്തരായ റോയൽസിനെതിരെ സമ്മർദ്ദത്തിൽ അവർക്ക് എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നത് വലിയൊരു പരീക്ഷണമായിരിക്കും. രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ റിയാൻ പരാഗിന്റെയും ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലിന്റെയും തന്ത്രപരമായ നീക്കങ്ങൾ ഈ കളിയിൽ നിർണായകമാകും. ബൌളർമാരെ എങ്ങനെ ഉപയോഗിക്കണം, ബാറ്റിംഗ് ഓർഡറിൽ ആരെയൊക്കെ ഇറക്കണം എന്നതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഇരു ടീമുകൾക്കും ഈ 43ാം